ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 എന്ന് വെച്ചാൽ ഈ വർഷത്തെ 2025 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഓർത്തുക, ഈ വർഷത്തെ 2025 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് UK ഹംഗറിൻ എഴുത്തുകാരനായ ഡേവിഡ് സാലയുടെ ഫ്ലഷ് എന്ന കൃതിക്കാണ്. UK ഹംഗറിൻ പൗരത്വമുള്ള ഡേവിഡ് സാലയുടെ ദി ഫ്ലഷ് എന്ന കൃതിക്കാണ് ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത്. അതേസമയം ഈ 2025 മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിച്ചത് ഇന്ത്യയിലെ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിന്റെ ഹാറ്റ് ലാമ്പ് എന്ന കൃതിക്കാണ്. 2025 മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ലഭിച്ചത് ഇന്ത്യയിലെ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിന്റെ ദി ഹാറ്റ് ലാമ്പ് എന്ന കൃതിക്കാണ്. ഇനി ഓർത്തിക്കുക, മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ഓർത്തിക്കുക. മാൻ ബുക്കർ പ്രൈസ് ആരംഭിച്ചത് 1969 മാൻ ബുക്കർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് UK തന്നെയാണ്. UK യുണൈറ്റഡ് കിങ്ഡത്തിനാണ് മാൻ ബുക്കർ പ്രൈസ് ആരംഭിച്ചത്. അത് 1969 ആരംഭിച്ചത്. അത് ഇംഗ്ലീഷിൽ എഴുതുന്ന എന്ന് വെച്ചാൽ UK, അയർലാൻഡ്, സിംബാബ്വെ, അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളും UK, അയർലാൻഡ്, സിംബാബ്വെ തുടങ്ങിയ ഈ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം എഴുതുന്ന ഇംഗ്ലീഷ് കൃതികൾ കൊടുക്കുന്ന അവാർഡാണ് മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. 1969 ആരംഭിച്ചത്. അതേസമയം മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അത് 2004 ആരംഭിച്ചത്. 2004 മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ആരംഭിച്ചത്. അത് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ നൽകുന്നത്. അത് ഇംഗ്ലീഷിൽ എഴുതുന്ന ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെ കൃതികൾക്കും കൊടുക്കുന്ന ഒന്നാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ. അത് ആരംഭിച്ചത് 2004 കൂടി ഓർക്കുക. മാൻ ബുക്കർ പ്രൈസ് ആണെങ്കിൽ അത് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾക്കും സിംബാബ്വെ, അയർലാൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കും മാത്രം കൊടുക്കുന്ന കൃതിയാണ്. പക്ഷേ 2015 ശേഷം അത് മാറ്റം വന്നിട്ടുണ്ട്. അതിപ്പോ ഒരു വിവാദത്തിലും കൂടിയാണ് വയ്ക്കുക. എന്തായാലും ഈ രണ്ട് തമ്മിൽ വ്യത്യാസം, ഒന്ന് 1969 ആരംഭിച്ച ഒന്ന് 2004 ആരംഭിച്ചു എന്നുള്ളതാണ്. ഒന്ന് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾക്കും സിംബാബ്വെ, അയർലാൻഡിനും മാത്രമാണെങ്കിൽ മറ്റൊന്ന് എല്ലാ ഇംഗ്ലീഷിൽ എഴുതുന്ന രാഷ്ട്രങ്ങളിലെ കൃതികൾക്കും നൽകുന്നതാണെന്ന് കൂടി ഓർക്കുക. അതാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ. 2 അവാർഡുകളുടെ തുക എന്ന് പറയുന്നത് 50,000 sterling പൗണ്ടാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക.